ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അവനവിടെ ഫാം നടത്തുന്നുണ്ട്, കോഴികളുടെ ഫാമാണ്. അപ്പോൾ ആ ഫാമിൻ്റെ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഓക്കെ, ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഇതാണ് അവൻ്റെ ഫാം. അവൻ്റെ പേര് ലിനീഷ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ലിനീഷേ, ഇതൊക്കെയാടാ സുഖം തന്നെ. ഇതാണല്ലേ എന്താ വെയിലില്ലേ, എന്ത് ചോദിക്കാൻ അവനെ. എന്തൊക്കെയുണ്ട് പോയിനാ പോയി കുഞ്ഞു ഇന്നല്ലേ? അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ഇതാ പോയി കുഞ്ഞുങ്ങൾ. ഇത് എത്ര ദിവസമായിട്ടുണ്ടോ ഈ കോഴി കുഞ്ഞുങ്ങൾ? ഇത് വണ്ടേ വണ്ടേ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഇന്നലെ നൈറ്റ് വന്നാണ്. ഡേ ഓൾഡ് മീൻസ് ഒരു ദിവസം പ്രായമായ കുട്ടികൾ, ഒരു ദിവസം പ്രായമായ കുട്ടികൾ ഇന്നലെ രാത്രിയാണ് വന്നത്. അപ്പൊ ഇതിന് ഇതൊക്കെ സംഭവം ഇത് ഇതാണ് ബ്രൂഡിങ് ചെയ്യുക, ബ്രൂഡിങ് സിസ്റ്റം അല്ലേ? അത് ഇനി ചൂട് കൊടുക്കാൻ വേണ്ടിട്ട് 8-10 ദിവസങ്ങളിൽ ഇങ്ങനെ ചൂട് കൊടുക്കണം. 8-10 ദിവസം അല്ലേ? ഓൾറെഡി ക്ലൈമറ്റ് ചൂടായതുകൊണ്ട് നമ്മൾ ഈ ബ്രൂഡർ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് വൈകുന്നേരം ഒരു 4-5 മണിക്ക് ശേഷം വീണ്ടും കൊണ്ടുപോകും. ഇത് പിന്നെ ഏത് ഇനത്തിൽപ്പെട്ട കോഴികളാ? ഇത് കോമറിലാണ്. ഞാൻ ഇതുവരെ VHL ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ VHL എന്താണെന്ന് അറിയില്ല, ക്ലൈമറ്റിന്റെ ഒരു ഇതുണ്ടാക്കി ഗ്രോത്ത് കൂടുതൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് ബ്രീഡ് മാറ്റി നോക്കിയാണ്. ഇത് കോമറില, കോഴിക്കോട് താമരശ്ശേരിയാണ് ഇതിന്റെ ഹാച്ചറി വരുന്നത്. ഇവിടെ ഈ ഫാം തുടങ്ങിയിട്ട് എത്രയായി? ഫാം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6-7 മാസമായിട്ടേ ഉള്ളൂ. 3-4 ബാച്ച് ഇവിടുന്ന് ഔട്ട് ചെയ്തില്ലേ? ഇത് 4ാമത്തെ വെച്ച്, 3 ബാച്ച് ചെയ്ത് 4ാമത്തെ വെച്ച് അല്ലേ? ഞാനിതൊന്ന് ചുറ്റി കറങ്ങട്ടെ. ഓഹോ, ഇപ്പോൾ അതാ ഇവിടെ ഉണ്ട് ഇതുപോലെ തന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ. അവർക്ക് വെള്ളം കൊടുക്കാനുള്ളതാണ്. ഇതിനെന്താ ഇപ്പം പറയാ? ഡ്രിങ്കർ അല്ലേ? വെള്ളം കൊടുക്കുന്ന പാത്രമാണ് ചിക്സിന് കൊടുക്കുന്നത്. ചിക്സിന് ഈ കുട്ടിയേക്ക് കൊടുക്കുന്നത്, 4-5-10 ദിവസം മാക്സിമം ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് ഡ്രിങ്കറാണ്. ഈ പൈപ്പ് സിസ്റ്റം കണ്ടില്ലേ? ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു 6-8-10 ദിവസം ആകുമ്പോഴത്തേക്ക് അത് ഫിറ്റാക്കും. പിന്നെ ഓട്ടോമാറ്റിക് വെള്ളം വന്നുകൊണ്ടിരിക്കും. നമ്മൾ 2 ടൈം ഫീഡ് മാത്രം കൊടുത്താൽ മതി. ഇവിടെയുണ്ട് കുറേ കോഴിക്കുഞ്ഞുങ്ങൾ. കോഴിക്കുഞ്ഞുങ്ങളില്ലേ? അപ്പോൾ ഇവർക്ക് ഈ വെള്ളം കൊടുക്കുന്ന ഇതില്ലേ, ഡ്രിങ്കർ അവരെ കണക്ക് എങ്ങനെയാ ഒരു ഇതിൽ വെക്കുന്നത്? കണക്ക് എന്ന് വെച്ചാൽ ഈ ചിക്സിന് വരുന്നത് 100 ബേർഡ്സിന് ഒരു ഡ്രിങ്കറാണ് കണക്ക്. പിന്നെ ഇതൊരു 10 ദിവസം കഴിയുന്ന സമയത്ത് 50 ബേർഡ്സിന് ഒരു ഡ്രിങ്കർ, ഒരു ഫീഡർ, ആ ഒരു ലെവലിലേക്ക് മാറും. അങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. വളർച്ച ഉണ്ടാവില്ല? അത് എത്ര മാസം വരിക? വളർച്ച ഒരു 40 ഡേയ്സ് ആണ് പറയുന്നത്. 40 ഡേയ്സിൽ ഏവറേജ് ഒരു 2.4 ആ ഒരു റേഞ്ചിൽ വരും. അത് ഈ ഒരു സമയത്ത്. അല്ലെ ഇതിലും കൂടുതലായിട്ട് വളരുന്ന ഫാമുകളുണ്ട്. അത് നമ്മൾ നോക്കുന്ന മാതിരി ഉണ്ടാവും. നമ്മള് ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാലാവസ്ഥയാണ് ഏറ്റവും മെയിൻ. പിന്നെ ഫാമിലെ ഒരു ടെമ്പറേച്ചർ എത്ര ഉണ്ടാവും അതനുസരിച്ച് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ ഗ്രോത്ത്. പിന്നെ ഫീഡിന്റെ ഏത് ഫീഡാണോ കൊടുക്കുന്നത് അതേമാതിരി ഉണ്ടാവും. പിന്നെ ഇതിന്റെ ബ്രീഡിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, അതേമാതിരി ഉണ്ട് ഇതിന്റെ ഗ്രോത്ത്. 2-3 ഫാന് കാണുന്നുണ്ട്, കണ്ടില്ലേ? അപ്പൊ അതെന്തിനാ ഫാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടിനെ നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫാന്. ഈ ഫാനിലും നിൽക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു ചൂട്. ഈ ബ്രൂഡിങ്ങിൽ ഒരു 8-10 ദിവസം ഇടും. അതിന് ശേഷം നമ്മൾ ഈ ചില ഓപ്പൺ ആയ സ്പേസിലേക്ക് ഇങ്ങനെ മാറ്റും, ഓപ്പൺ ആയിട്ട് ഇടും. ആ സമയത്ത് ചൂട് കൂടുതലാകുന്ന സമയത്ത് നമ്മൾ ഈ ഫാന് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫാനിൽ ഇപ്പൊ നിൽക്കുന്നില്ല. ഈ ഒരു ഫാനിലും നിൽക്കാത്തതുകൊണ്ട് ഒരു 2 ഫാനെങ്കിലും മിനിമം ഈ ഒരു ഏരിയയിലേക്ക് ഇപ്പൊ വേണം. അപ്പൊ ഇതാണ് ഫാനല്ലേ? ഇതാണ് ഫാന്. ഇത് RHP മോട്ടർ. ഇതിന്റെ ലീഫും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തൊരാളുണ്ട്, ഉണ്ണിയാട്ടെ. അവര് ചെയ്തിട്ട് കൊടുക്കുന്നത് വീട്ടിൽ നിന്ന്. ഒരു കമ്പനി കാര്യങ്ങളൊന്നും ഇല്ല, ബട്ട് ഗ്യാരണ്ടി ഉണ്ട്. 6 മാസം എന്ത് മോട്ടർ കത്തിപ്പാൽ എന്തായാലും ഒരു റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ഇതിപ്പോ ഒരു
സ്റ്റാർട്ടിങ്ങിൽ എനിക്കുണ്ട് ഇത് ഒരു 5 മാസമായി ഞാൻ ഇത് ഉപയോഗിക്കുന്നു. 5 മാസമായി ഇത് വാങ്ങിയിട്ട് നല്ല റിസൾട്ട് ആണ്. നല്ല സ്ഥലം. ഇവിടെ തന്നെ ഉള്ള ആളല്ലേ? ഇവിടെ അടുത്തുള്ള ആൾ തന്നെ. ഈ ഒരു ഫാനിൽ ഇപ്പൊ ഈ ഒരു ഏരിയ കൂടുതൽ നിൽക്കുന്നില്ല. അപ്പൊ ഒരു ഫാനും കൂടെ ആവശ്യം ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ? അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യണം. ഈ മക്കൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഫാൻ കൂടി അല്ലേ? ഇതിന് പുറത്തേക്ക് വരൂലേ? ആ സമയത്ത് ഇതുപോലെ തന്നെ പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാകുക. അപ്പൊ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇതിങ്ങനെ ഇതിന്റെ മേലെ നമ്മൾ ചേരിച്ചാവർ ഇട്ടിട്ട് ഇത് ഫില്ലാക്കും. 3 ഇഞ്ച് തിക്നെസ്സിൽ ചേരിച്ചാവർ ഇങ്ങനെ ഇടും. ചേരിച്ചാറിന്റെ മേലാണ് പിന്നെ ഈ കോയിന്റെ 40 ദിവസത്തെ വളർച്ച. ലാഭകരം പൂർണ്ണമായി ലാഭകരമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് മാർക്കറ്റിലുള്ള ഇതിന്റെ വില നേരം നിശ്ചയിക്കുന്ന ആരാന്ന് ഇന്ന് എനിക്ക് പോലും അറിയില്ല. 1-2 ദിവസങ്ങളിൽ ഒരു കുഴപ്പമില്ലാത്ത റേറ്റ് നിൽക്കും. പെട്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ താഴെ ലെവലിലേക്ക് പോകും. നമ്മൾ പോയി 40 ദിവസം കൊണ്ട് പിടിച്ച് വിൽക്കാൻ നോക്കുന്ന സമയത്ത് ഇനി വില ഉണ്ടാവില്ല. അങ്ങനെയാണ്. അതായത് ഒരു ഗ്യാരണ്ടി അല്ല വില നിലവാരം. എന്നാലും നഷ്ടമൊന്നും ഒരിക്കലും വരില്ല. നമ്മളൊരാൾ മെനക്കെടുന്നുള്ള അവരൊരു ലേബർ 100% കിട്ടും. പിന്നെ ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഭയങ്കര റിസ്ക്. അതെ ഇതിനെ കണ്ണുമ്പിൽ നോക്കണം. നമ്മ കുട്ടികളെ നോക്കുന്ന മാതിരി ഇവിടെ നോക്കണം. അതുണ്ട്. അങ്ങനെയല്ല ഇപ്പൊ ക്ലൈമാറ്റ് ഭയങ്കര ചൂടല്ല, ഈ കാണുന്നില്ല ഇവിടെ ഭയങ്കര ചൂടാ. ഈ ഒരു കാലാവസ്ഥയിൽ ഇതിന്റെ മോർട്ടാലിറ്റി കൂടുതലായിരിക്കും. ചത്തോണ്ടിരിക്കും. അതുണ്ടല്ലേ? ക്ഷീണം പിടിച്ചു വെക്കില്ലേ പ്രകടനത്തിന്? പല ബ്രാൻഡ് ഫീഡുകളുണ്ട്. കൃഷി, SKM, അങ്ങനെ പല ഇതുണ്ട്. ഞാൻ ഇത്രയും നാള് കൃഷിയാണ് കൊടുത്തോണ്ടിരുന്നേ. ഇപ്പൊ ഇപ്രാവശ്യം ബ്രീഡ് മാറ്റി ഒരു പ്രാവശ്യം ഫീഡ് ഒന്ന് മാറ്റി നോക്കാം, എങ്ങനെയാണ് റിസൾട്ട് നോക്കാൻ വേണ്ടിട്ട് ഇപ്രാവശ്യം SKM ആണ് കൊടുക്കുന്നത്. ഇതുവരെ ഫീഡ് കൃഷിയാണ് കൊടുത്തത്. കൃഷി കുഴപ്പമില്ല. 3 ടൈപ്പായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് പ്രീ സ്റ്റാർട്ടർ ഒരു 10 days. പിന്നെ അതിനുശേഷം സ്റ്റാർട്ടർ ഒരു 20-22 days. പിന്നെ അതിനുശേഷം വരുന്നത് ഫിനിഷറാണ്. 40 ദിവസം വരെ കോഴി പൂർണ്ണ വളർച്ച എത്തുന്നവരെ പിന്നെ കൊടുക്കുന്നത് നമ്മൾ ഫിനിഷറാണ്. ഈ 3 കാറ്റഗറി ആയിട്ടാണ് ഈ ബ്രോയിലർ ചിക്കൻ്റെ ഫീഡ് വരുന്നത്. അതെ. അപ്പൊ നിങ്ങളിപ്പോ രാവിലെ മീൻസ് ഇപ്പൊ ചിക്സ് ആയതിനെ കൊണ്ട് നമ്മൾ രണ്ട് നേരം ഇടേണ്ടി വരുന്നുണ്ട്. അതായത് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കാന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ വൈകുന്നേരം ഫുള്ളാക്കിയിടും. ഫീഡറിൽ ഫുള്ളാക്കിയിടും. അപ്പോൾ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 20 ദിവസത്തിന് ശേഷമുള്ള 10 മണിക്ക് രാവിലെ ഫീഡ് കട്ട് ചെയ്യണം. ഇതിന്റെ ഫീഡ് കട്ട് ചെയ്യാണ്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫീഡിന്റെ മേടയിൽ ഇങ്ങനെ അതായി നിൽക്കും. അപ്പോൾ ഹീറ്റിൽ ഈ മൊർട്ടാലിറ്റി സംഭവിക്കും കൂടുതലായി. അതിനാൽ ഫീഡ് കട്ടാക്കും ഒരു 20 ദിവസം ആഫ്റ്റർ 20 days. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ കോഴി വളമാവും അത്. 40 ദിവസം ഈ കോഴിനെ പിടിച്ചതിന് ശേഷമുള്ള അതിന്റെ ചേരിച്ചവറും ഇതിന്റെ കോഴി വേസ്റ്റും അത് നമ്മൾ ചാക്കിൽ നിറച്ച് വെക്കും. അത് കോഴി വളമായിട്ട് നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാം. അങ്ങനെ അവിടെ ഉള്ളല്ലേ? അതെ, എല്ലാ ഫാമേഴ്സും അങ്ങനെ തന്നെ ചെയ്യാം. പ്രീ സ്റ്റാർട്ടർ അല്ലേ? ഇത് പ്രീ സ്റ്റാർട്ടർ ആണ്. ഫസ്റ്റിലത്തെ ഒരു ദിവസം ഇങ്ങനെ പേപ്പർ കൊടുക്കുക. നാളെ മുതൽ പേപ്പർ എടുത്തതിന് ശേഷം പിന്നെ ഇതും ഇതിന്റെ ഫീഡറിൽ കൊടുക്കാൻ തുടങ്ങും. ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇതിന് രാവിലെ ഒരു ഇങ്ങനെ കത്തിച്ചിടുക. അതെ അല്ലേ?